ജീവത്തിനിടയനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ. നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശു ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ എൻ രഘു സൂററ്റ്. മോർണിംഗ് വോയിസിൻ്റെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിസ്തുല്യ സ്നേഹവന്ദനങ്ങൾ. ഈ കർത്തൃ ദിവസത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനായി ഒരു വേദഭാഗം ധ്യാനത്തിനായിട്ട് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം, അതിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരോട്, നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകും എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവനോ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറകയില്ല എന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ട് അവിടെ വച്ച് ശിഷ്യന്മാരോട് സംസാരിച്ചതാണ് നാം വായിച്ച വേദഭാഗം. വരാൻ പോകുന്ന സന്ദർഭത്തിൽ, വരാൻ പോകുന്ന വിനാഴികയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കർത്താവ് എടുത്ത് പറയുകയാണ്. പ്രത്യേകിച്ച് തിരുവെഴുത്തുകളുടെ നിവൃത്തിയാണ് കൂടുതലും സംഭവിക്കുവാനായിട്ട് പോകുന്നത്. പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ പ്രവചനം പൂർത്തിയാകുവാൻ പോവുകയാണ്. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. ഇത് സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിന് തൻ്റെ ജീവനെ കൊടുക്കുവാനായിട്ട് സമയം അടുത്തിരിക്കുകയാണ്. ഇടയനെ വെട്ടുവാനായി പോവുകയാണ്. കൂടെയുള്ള ആടുകൾ ചിതറിപ്പോകേണ്ട സന്ദർഭമായി. ഇത് പരമാർത്ഥമാണ്, സത്യമാണ്. ദൈവവചനത്തിലെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിലെ സത്യമാണ്. അതിനൊരിക്കലും മാറ്റം വരുവാനായിട്ട് കഴിയുകയില്ല. കർത്താവ് ആ കാര്യം തൻ്റെ ശിഷ്യന്മാരെ ഓർപ്പിക്കുകയാണ്. എങ്കിലും കർത്താവ് പറഞ്ഞത്, ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകും. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പതിനെക്കുറിച്ചും കർത്താവിടെ സൂചിപ്പിക്കുകയാണ്. തൻ്റെ മരണവും തൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ഒരുപോലെ കർത്താവ് സൂചിപ്പിച്ചിട്ട് ശിഷ്യന്മാരോട് ഇത് വ്യക്തമാക്കുകയാണ്. അപ്പോൾ പത്രോസിൻ്റെ കർത്താവിനോടുള്ള സ്നേഹവും അവൻ്റെ ഹൃദയംഗമായ അടുപ്പവും നിമിത്തം കർത്താവിനോട് പറയുകയാണ്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. എത്ര താല്പര്യപൂർവ്വം, എത്ര ഹൃദയംഗമായി ഒരു ഗുരുവിന് വേണ്ടി തൻ്റെ ജീവനെ നൽകുവാൻ തക്കവണ്ണമുള്ള വലിയ സമർപ്പണമാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞ മറുപടി, അതിൻ്റെ 30-ാമത്തെ വാക്യം, യേശു അവനോട്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവനോ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറകയില്ലെന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ സത്യം തൻ്റെ ശിഷ്യന്മാർ എത്ര ഗ്രഹിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ കാര്യം. കർത്താവിനെ പിടിക്കുവാനായി, കർത്താവിനെ കൊല്ലുവാനായി, കർത്താവിനെ കുരിശിന്മേൽ യാഗമായി അർപ്പിക്കുവാനായി ദൈവം തീരുമാനിച്ചതായ ഈ സത്യം, അതിൻ്റെ നിറവേറ്റലാണ് ഇവിടെ സംഭവിക്കുവാനായി പോകുന്നത്. എന്നാൽ മാനുഷികമായ അർത്ഥത്തിൽ ശിഷ്യന്മാർക്കത് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നില്ല. ശിഷ്യന്മാർ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവനെ അർപ്പിക്കുകയും ചെയ്യുവാനുള്ള
നല്ല സന്മനസ്സാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ തിരുവെഴുത്തുകൾ എങ്ങനെയാണ് നിവൃത്തിയാകുക എന്നുള്ളത് ഇവിടെ കർത്താവ് ഓർപ്പിക്കുകയാണ്. ഇടയനെ വെട്ടേണ്ടിയിരിക്കുന്നു, ആടുകൾ ചിതറിപ്പോകേണ്ടിയിരിക്കുന്നു. അതിന് യാതൊരു മാറ്റവുമില്ല. എന്നാൽ അത് മനസ്സിലാക്കുവാനായിട്ട്, അത് ഗ്രഹിക്കുവാനായിട്ട് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല. അവർ അവരുടെ ജഡത്തിൻ്റെ താല്പര്യത്തിൽ, അവരുടെ മനോവികാരത്തിൽ അവർ പറയുകയാണ്, ഞങ്ങൾ നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല, മരിക്കേണ്ടി വന്നാലും. പത്രോസ് പറയുകയാണ്, ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. അത് മാത്രമല്ല, അധികമായി പറയുകയാണ്. അത് ആവർത്തിച്ച് പറയുകയാണ്. പത്രോസ് മാത്രമല്ല, അങ്ങനെ എല്ലാവരും പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. എന്നാൽ അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഗെത്സമന തോട്ടത്തിലേക്ക് പോവുകയും അവിടെ കർത്താവ് അവരിൽ 3 പേരെ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുവാനും അവരോടുകൂടെ ഭ്രമിക്കുവാനും വ്യാകുലപ്പെടുവാനുമായിട്ടുള്ള അല്പസമയം തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഒരു നാഴിക നേരം തിരഞ്ഞെടുത്തു എന്ന് നാം വായിക്കുന്നു. ഈ സന്ദർഭത്തിൽ കർത്താവ് അവരോട് പറഞ്ഞത്, യാക്കോബിനോടും യോഹന്നാനോടും പത്രോസിനോടും അവരോട് പറഞ്ഞത്, എന്നോടുകൂടെ ഭ്രമിപ്പാനും എന്നോടുകൂടെ ഉണർന്നിരിപ്പാനും എന്നോടുകൂടെ സങ്കടപ്പെടുവാനും നിങ്ങളെ തന്നെ വേർതിരിപ്പിൻ എന്നുള്ള ആ വലിയ വാഞ്ചയോടുകൂടെ കർത്താവ് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിൻ, എൻ്റെ ഹൃദയം, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ സങ്കടത്തിൽ, കർത്താവിൻ്റെ വേദനയിൽ കർത്താവ് തൻ്റെ ജീവനെ നമുക്കായി അർപ്പിക്കുമ്പോൾ പിതാവുമായുള്ള അവൻ്റെ ബന്ധത്തിന് വരാൻ പോകുന്ന ആ വലിയ അകൽച്ച, പിതാവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് പാപം സംബന്ധിച്ച് തൻ്റെ ജീവനെ അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വേർപാട്, അത് സഹിക്കുവാൻ കഴിയാത്ത ഒന്നായി കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അത് വെളിപ്പെടുത്തുകയാണ്, വ്യാകുലപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ്. നമ്മൾ വായിക്കുന്നത് അവൻ്റെ പ്രാണനെ ഒരു പാനീയയാഗമായി ഇവിടെ ഒഴുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ശിഷ്യന്മാർ അവർ ഉറങ്ങുന്നതായിട്ട് നാം കാണുന്നു. കർത്താവരോട് പറയുന്ന, ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിങ്ങൾ കഴിയുന്നില്ലയോ? പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ കർത്താവിനെ ആരാധിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത, കർത്താവിനെ ഏറ്റുപറഞ്ഞ് കർത്താവിന് വേണ്ടി തൻ്റെ ജീവനെ, അല്ലെ തങ്ങളുടെ ജീവനെ അർപ്പിക്കുവാനായിട്ട്, വേണ്ടി വന്നാൽ തങ്ങളുടെ ജീവനെ കൊടുക്കുവാനായിട്ട് ഒരുങ്ങിയ ശിഷ്യന്മാർക്ക് ഒരു നാഴിക നേരം കർത്താവിനോടുകൂടി ഉണർന്നിരുന്ന് അവൻ്റെ സങ്കടത്തിൽ സങ്കടപ്പെടാനും ദുഃഖിക്കുവാനും അവൻ്റെ ഹൃദയം അറിയുവാനും അവർ കഴിഞ്ഞില്ല. എത്ര ബലഹീനമാണ് മനുഷ്യൻ്റെ ശരീരം. കർത്താവ് പറഞ്ഞു, ജഡം ബലഹീനം, ആത്മാവ് ഒരുക്കമുള്ളത്. അവർ വളരെ ഒരുക്കവും സമർപ്പണവുമുള്ള ശിഷ്യന്മാരാണ്. എന്നാൽ അവരുടെ ജഡം വളരെ ബലഹീനമാണ്. ആ ജഡമാണ് അവരെ അർപ്പിക്കുവാനായിട്ട് കർത്താവിനോടുകൂടെ മരിക്കേണ്ടി വന്നാലും മരിക്കുവാനായിട്ട് ഒരുങ്ങിയത്. എന്നാൽ അത് സാധ്യമല്ല. ഒരു നാഴിക പോലും ജഡത്തിന് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയുകയില്ല എന്ന കാര്യം കർത്താവ് ഇവിടെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, രാവിലെ നാം ദൈവത്തിൻ്റെ ആത്മാവിൽ, സത്യത്തിലും ആത്മാവിലും മാത്രമാണ് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ജഡത്തിൻ്റെ താല്പര്യത്തിൽ, നമ്മുടെ സ്വരത്തിൻ്റെ താല്പര്യത്തിൽ, നമ്മുടെ ധനത്തിൻ്റെ താല്പര്യത്തിൽ, നമ്മുടെ ശാരീരികമായ കഴിവുകളുടെ താല്പര്യത്തിലല്ല, മറിച്ച് അവനോടുകൂടെ ഒരു നാഴിക അവനെ ധ്യാനിക്കുവാൻ, അവൻ്റെ വേദനകളെ ഓർക്കുവാൻ, അവൻ്റെ സങ്കടങ്ങളെ ഓർക്കുവാൻ, അവൻ്റെ യാഗത്തെ സ്മരിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് ജഡത്തിലല്ല, ആത്മാവിലാണ് സാധിക്കുക. ദൈവം അതിനായിട്ട് ഇന്ന് രാവിലെ നമ്മെ ഒരുക്കട്ടെ. അവൻ്റെ പുണ്യനാമം സകലത്തിലും മഹത്വപ്പെടുമാറാകട്ടെ.